ഇസ്കീമിക് സ്ട്രോക്ക് ആയാലും ഹെമറാജിക് സ്ട്രോക്ക് ആയാലും അവരുടെ ബെസ്റ്റ് ഇവാലുവേഷൻ എന്ന് പറയപ്പെടുന്നത് ഒരു ആൻജിയോഗ്രാമാണ്. നമ്മുടെ ഹാർട്ടിൽ രക്തക്കൊഴലുകൾ അല്ലെങ്കിൽ ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തലച്ചോറിലെ രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴോ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നു. തലച്ചോറിലോട്ടുള്ള രക്തക്കൊഴലുകൾ അല്ലെങ്കിൽ ആർട്ടറീസിൽ നമ്മൾ മരുന്ന് കയറ്റിവിട്ട് ഒരു ആൻജിയോഗ്രാം എടുക്കുന്നതിനാണ് DSA എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ട്രാൻസ് റേഡിയൽ ആൻജിയോഗ്രാം ചെയ്യുന്നതിലൂടെ നമുക്ക് കോംപ്ലിക്കേഷൻസ് റേറ്റ് കുറവാണ്, ഇൻഫെക്ഷൻ റേറ്റ് കുറവാണ്, രോഗികൾക്കുള്ള വേദന കുറവാണ്. അതുപോലെ അതേ ദിവസം തന്നെ വീട്ടിൽ പോകാൻ പറ്റുന്നു. 54 വയസ്സുള്ള രോഗിക്ക് ഇസ്കീമിക് സ്ട്രോക്ക് വന്നപ്പോൾ നമ്മൾ ചെയ്ത ഒരു ആൻജിയോഗ്രാമാണ് ഇത്. രോഗിയുടെ കൈ വഴി നമ്മൾ കത്തീറ്റർ കിടത്തി വിടുകയും അത് കഴിഞ്ഞ് തലച്ചോറിലെ രക്തക്കൊഴലിൽ വയർ കിടത്തിവിട്ട് കത്തീറ്ററിലൂടെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് രക്തക്കൊഴലിൻ്റെ അല്ലെങ്കിൽ ആർട്ടറീസിൻ്റെ ഘടന മനസ്സിലാക്കി ആ രോഗിയെ ചികിത്സിക്കാനും നമുക്ക് ഈ പ്രൊസീജിയറിലൂടെ സാധ്യമായി. തലച്ചോറിലെ ഇൻ്റർവെൻഷൻസ്, അതായത് ന്യൂറോ ഇൻ്റർവെൻഷൻസിൻ്റെ ആദ്യ ഘട്ടമാണ് DSA. DSAയ്ക്ക് പുറമെ നമ്മൾ തലച്ചോറിലെ അന്യൂറിസത്തിൻ്റെ കോയിലിംഗ്, അതുപോലെ തന്നെ തലച്ചോറിലെ രക്തക്കട്ടി മാറ്റുന്ന മെക്കാനിക്കൽ ത്രോംബെക്ടമി, തലച്ചോറിൽ സ്റ്റെൻഡിങ് ചെയ്യുക, തലച്ചോറിലെ രക്തക്കൊഴലുകൾക്കുള്ള സ്റ്റെൻഡിങ് ചെയ്യുക, അതുപോലെ ഫ്ലോ ഡൈവേർട്ടേഴ്സ് എന്നീ വിവിധ തരത്തിലുള്ള തലച്ചോറിലെ ന്യൂറോ ഇൻ്റർവെൻഷൻ പ്രൊസീജിയേഴ്സ് നമുക്ക് ലൈഫ് ലൈൻ അടൂരിൽ ഇപ്പോൾ സ്ഥിരമായി ചെയ്തു വരുന്നു.